Hi friends, welcome to our channel Dark FFF. ഞാൻ റൂബി ജോജി. ഇത് ഞങ്ങളുടെ ചാനൽ ഡാർക്ക് FFF. പ്ലീസ് ഞങ്ങളുടെ ചാനലിൽ വരുന്ന വീഡിയോയും ഷോർട്സും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ ന്യൂവേഴ്സാണ്. സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. ടേക്ക് കെയർ. ഇനി നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന റെസിപ്പിയിലോട്ട് പോകാം കേട്ടോ. എന്തൊക്കെയാണ്, എൻ്റെ ജെയ്ഡന് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ. സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും അവന് വേണ്ടി ചിക്കൻ കറി ഉണ്ടാക്കുക. ഇച്ചിരി ലേറ്റായിപ്പോയി, പെട്ടെന്ന് ഇനി ഉണ്ടാക്കി വിടണം. അപ്പം ചിക്കൻ 1 കിലോ ചിക്കൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയുള്ളത് മസാല: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഞാനിവിടെ വീട്ടിൽ ഉണ്ടാക്കിയ ചിക്കൻ മസാലയാണിത്. അതിൻ്റെ സൈഡിൽ ഇച്ചിരി ഗരം മസാല, അതും വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഞാൻ കൂടുതലും മസാലപ്പൊടിയൊന്നും വെളിയിൽ നിന്ന് മേടിക്കാറില്ല. ഇവിടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന അതിന് നമ്മുടെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, ഇവിടെ ടൊമാറ്റോ, കരിവേപ്പില, രണ്ട് പച്ചമുളക്. ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ്. ഇത് എൻ്റെ സ്പൈസ് കൊടുത്തിട്ടുണ്ട് നല്ലതായിട്ട്. അതിട്ട് കഴിഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലോട്ടൊരു സ്വല്പം നമ്മുടെ സവോളയും ഇതെല്ലാം കൂടെ ഇതൊന്ന് പെട്ടെന്നായി വരാൻ വേണ്ടി ഒരു നുള്ള ഉപ്പ് പൊടി, ഒരു നുള്ള ഉപ്പ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ചിക്കൻ കറിക്ക് ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചോണം, ഒത്തിരി ഉപ്പായി പോകല്ല. ഇത് നല്ലതായിട്ടൊന്ന് വഴണ്ട് വരണം. ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. പ്യാജ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി, ഇത് സവോള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. അതിൻ്റെ അകത്തോട്ട് നമുക്ക് നമ്മുടെ കരിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കുക. അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ടൊമാറ്റോ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ടൊമാറ്റോ കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. അത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇനി അടുത്തുള്ള സ്റ്റെപ്പ്, നമ്മൾ ഈ എടുത്ത് വെച്ചിരുന്ന, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയല്ലോ ഞാൻ എന്തൊക്കെയാണ് മസാലകളെടുത്തെന്ന്. എടുത്ത് വെച്ചിരിക്കുന്ന മസാലയിലോട്ട് മസാല എന്താണെന്ന് ഒന്നും കൂടെ പറയണോ? മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൗഡർ, നമ്മുടെ ചിക്കൻ മസാല. ഇത് രണ്ടും ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. മല്ലിയും ഞാൻ വീട്ടിൽ പൊടിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്യുക. ഇച്ചിരി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കുതിരാൻ വയ്ക്കുക. ഇതും ഞങ്ങളുടെ മമ്മി, ഇവിടെ മമ്മി ഇങ്ങനെയാണ് ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. മമ്മിയുടെ ചിക്കൻ നല്ല ടേസ്റ്റായിരുന്നു കൂട്ടാൻ. മമ്മിയുടെ ചിക്കൻ കറി, കേക്ക് ഉണ്ടാക്കുമായിരുന്നു മമ്മി നല്ലതായിട്ട്. അത് നല്ല ടേസ്റ്റി ആയിരുന്നു. മമ്മി നല്ല കുക്കിംഗ് ചെയ്തായിരുന്നു. അതിൻ്റെ ഒന്നും എത്തിയില്ല, എന്നാലും ഏതാണ്ടൊക്കെ ഇവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായി വരട്ടെ. കണ്ടോ, നമ്മുടെ നമ്മുടെ സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് നല്ല എണ്ണ തെളിയുന്നതുണ്ടോ? ഇതാണ് പരുവം. അപ്പോൾ നമുക്ക് മനസ്സിലാകാം ഇത് നല്ലതായിട്ട് മൂക്കുന്നുള്ള കാര്യം.
ആ ടൊമാറ്റോ നല്ലതായിട്ട് അതിൻ്റെ അകത്ത് നല്ല മിക്സപ്പായി. കണ്ടോ? ഇതാണ് ഇത് നമ്മുടെ ഈ മസാല ഇത് മൂത്ത് വരുന്നതിൻ്റെ, സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വരുന്നതിൻ്റെ, ടൊമാറ്റോ മൂത്ത് വരുന്നതിൻ്റെ പാകം. സൈഡിൽ നിന്ന് നോക്കിയിട്ട് എണ്ണ തെളിയുന്നുണ്ടോ? ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് നമുക്ക് നമ്മുടെ മസാല ഇടണം. മസാല ഇതിനെ നല്ലതായിട്ട് ഇളക്കുക. മസാല ഇളക്കി നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് കശ്മീരി മിർച്ചി പൗഡർ കളർ അത്ര ഇഷ്ടമില്ല. എനിക്ക് നോർമലായിട്ടുള്ള കളറാണ് ഇഷ്ടം. എന്നാലും മീൻ കറിക്കൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ചിക്കൻ കറിക്കൊക്കെ നോർമലായിട്ടുള്ള ഇതാണ് ഇടുന്നത്. കണ്ടോ? ഇനി ഇതിൻ്റെ അകത്തുനിന്നും എണ്ണ തെളിഞ്ഞിറങ്ങണം. അതുവരെ എണ്ണ തെളിഞ്ഞിറങ്ങണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണിത്. നോക്കിക്കേ, സവോള ഞാൻ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി എയർ ഫ്രയറിൻ്റെ അകത്താണ് ഞാൻ വറുത്ത് വെച്ചത്, അല്ലാതെ ഡയറക്റ്റ് മറ്റേ നമ്മുടെ എണ്ണയ്ക്കകത്തല്ല. അതുകൊണ്ട് അതൊരു കളറിൻ്റെ, എന്നാലും അതിന് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. നമുക്ക് നല്ലതായിട്ട് അത് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ കറിക്കൊരു നല്ല തിക്നെസ്സും നല്ലൊരു ടേസ്റ്റും നല്ല ഫ്ലേവറും എല്ലാം ഉണ്ടാവും. ഇതാണ് ഇനിയും എണ്ണ തെളിയുന്നവരെ നമുക്ക് നോക്കാം. നോക്കിക്കേ, നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി വാവ്, കളറിൽ നോക്കിക്കേ, നല്ല ഒന്നാന്തര കളർ, നല്ല കളർ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിന്ന് എണ്ണ നല്ലതായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. ഓൾറെഡി നമ്മൾ ആദ്യം ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അത് ഓർത്തിട്ടേ ഉപ്പിടാവുള്ളൂ. ഞാനൊരു ഒരു സ്പൂണ് അടുത്ത് ഇട്ടിട്ടുണ്ട് ഉപ്പ്. നമ്മുടെ ചിക്കൻ ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യും. ഇനി ബാക്കി ഓക്കെ, പണിയായി. കണ്ടല്ലോ, നമ്മുടെ മസാല ഇത്രയേ ഉള്ളൂ. ഗ്രേവി, ചിക്കൻ്റെ ഗ്രേവി കണ്ടോ, കളർ നല്ലതായി അല്ലേ? പിന്നെ ഇനി നമുക്ക് ചിക്കനെ ഇതിൻ്റെ അകത്തോട്ട് ചിക്കൻ ഇങ്ങനെ എടുത്തെടുത്തിട്ട് അതിനെ മിക്സ് ചെയ്ത് പകുതി ഇട്ടിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും അത് പിടിക്കും. കണ്ടോ? പിന്നെ അടുത്തതെടുത്ത് ഇനി ഇടണം. അങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് എടുത്ത് നല്ലതായിട്ട് അതിൽ മസാല പിടിപ്പിച്ച് ചിക്കൻ പീസിൽ മസാല പിടിച്ചിരിക്കണം. പിന്നെ ഫുള്ളിൽ വെച്ചിട്ട് നമുക്ക് ഇച്ചിരി നേരത്തേക്ക് നല്ലതായിട്ടൊന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ ചിക്കൻ്റെ ഇതിലെല്ലാം ഒന്ന് പിടിക്കും. കണ്ടോ? ഇതുപോലെ നല്ലതായിട്ട് കൈവിടാതെ കുറച്ച് നേരം നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇച്ചിരി പ്യാജ് നല്ലതായിട്ട് വറുത്തിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ എയർ ഫ്രയറിൻ്റെ അകത്താണ് ചെയ്തത്. എനിക്ക് ഇച്ചിരി BP ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എണ്ണയിലോട്ട് ഇട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇടുവാണെങ്കിൽ ഒന്നും കൂടെ അതിൻ്റെ റിസൾട്ട് നല്ലതായിരിക്കും. ഓക്കെ, ഇച്ചിരി നേരം നമുക്ക് കുക്കറൊന്ന് അടച്ചു വെക്കണം. ഫുൾ ഫ്ലെയിമിൽ കുക്കർ അടച്ചു വെക്കണം. അപ്പോൾ കുക്കർ അടച്ചു വെച്ചു. ഇനി ഇത് തിരിച്ച് ഇച്ചിരി നല്ലതായിട്ടൊന്ന് ഇതായി കഴിയുമ്പോൾ പിന്നെ ഒന്നുകൂടെ ഇളക്കിയിട്ട് സീറ്റി വെച്ച് നമ്മൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് 15 മിനിറ്റും കൂടെ വയ്ക്കും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഒരു വിസിൽ വരണം. അത് കഴിഞ്ഞ് സിമ്മേൽ വെച്ചിട്ട് പിന്നെ 20 മിനിറ്റും കൂടെ, പിന്നെ 20 വേണ്ട, അത് ചെറിയ കോഴിയല്ലേ, അപ്പോൾ 15 മിനിറ്റും കൂടെ വെച്ചിട്ട് സീറ്റി വന്നു കഴിയുമ്പോൾ നമുക്കത് ഓഫാക്കാം.
ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ ഇനി ഇതായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാ, കണ്ടോ? കറക്റ്റ് വേവൊക്കെയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഇവർക്ക് സെർവ് ചെയ്യാൻ പോവാണ്. ചോറുണ്ണുന്ന സമയമായല്ലോ. ഓക്കെ, അപ്പം പിന്നെ ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.